we have this section residues. Let Z0 be an isolated singularity of a complex function f of z. Then there is a positive number r0 which is the distance from Z0 to the nearest point of singularity, such that f of z is analytic at each point z for which 0 less than mod z minus z0 less than r0. Then f of z can be represented by a Lorentz series f of z equal to sigma n equal to 0 to infinity a n z minus z0 all raised to n plus sigma n equal to 1 to infinity b n by z minus z0 all raised to n, that is b1 by z minus z0 plus b2 by z minus z0 all square plus etc. in the annular region 0 less than mod z minus z0 less than r0, where the coefficients an and bn have certain integral representations given by an equal to 1 by 2 pi I integral over c f of z dz divided by z minus z0 all raised to n plus 1, and bn equal to 1 by 2 pi I integral over c f of z dz divided by z minus z0 all raised to minus n plus 1, where c is any positively oriented symbol close to contour around z0 and lying in the punctured disk 0 less than mod z minus z0 less than r0. That is, we have a function f of z and z0 is an isolated singularity of f of z. We have to define the term residue. Residue of f of z at z0. റെസിഡ്യൂ, ഒരു ഫംഗ്ഷൻ്റെ റെസിഡ്യൂ എല്ലായ്പ്പോഴും പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് സിംഗുലാർ പോയിൻറ്റ്സിലാണ്. സിംഗുലാർ പോയിൻറ്റ്സിലെ ഒരു ഫംഗ്ഷന് റെസിഡ്യൂ ഉണ്ടാവും. അത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? RES ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് സെഡ് ഈക്വൽ ടു z0. വായിക്കുന്നത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് സെഡ് ഈക്വൽ ടു z0. ഈ z0 എന്തായിരിക്കും? എഫ് ഓഫ് സെറ്റിൻ്റെ ഒരു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സിംഗുലാർ പോയിൻ്റ് z0 സെൻറ്ററായിട്ട് വരുന്ന ഒരു റീജിയൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. z0 ഒഴിവാക്കാൻ വേണ്ടി പങ്ക്ച്വേർഡ് ഡിസ്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡിലീറ്റഡ് നൈബർഹുഡ് എടുക്കുമ്പോൾ 0 ലെസ് ദാൻ മോഡ് z മൈനസ് z0 ലെസ് ദാൻ r0 ഫോർ സം പോസിറ്റീവ് റിയൽ നമ്പർ r0. ഒരു സം റേഡിയസ് ഉള്ള ഒരു ആനുലാർ റീജിയനിൽ നമുക്ക് എഫ് ഓഫ് സെറ്റിന് ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതാൻ പറ്റും. ആ ലോറൻസ് സീരീസാണ് നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്ത പോലെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ലോറൻസ് സീരീസിന് രണ്ട് പോർഷൻസ് ഉണ്ടാവും. അതായത് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ ഇൻറ്റു സെഡ് മൈനസ് z0 ഓൾ റൈസ് ടു n, അതുപോലെ സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ ബൈ സെഡ് മൈനസ് z0 ഓൾ റൈസ് ടു n. നമ്മൾ സിംഗുലാരിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഇതിനെ അനാലിറ്റിക് പാർട്ട് എന്നും ഇതിനെ പ്രിൻസിപ്പൽ പാർട്ട് എന്നും പറയും. ഇതിൽ എ എന്നും ബി എന്നും കാണാനുള്ള ഡെഫിനിഷൻസൊക്കെ നമുക്കറിയാം. ഇൻ ദ ടേംസ് ഓഫ് ഇൻ്റഗ്രേഷൻ, ഇൻ്റഗ്രലിൻ്റെ ഫോമിൽ ഇൻ്റഗ്രൽ ഓവർ എ കർവ് എന്നുള്ള ഫോമിൽ അതിന് ഡെഫിനിഷൻസ് ഉണ്ട്, ഇക്വേഷൻസ് ഉണ്ട്. അതിൽ സി എന്ന് പറയുന്ന കർവ് ഈ ഡിസ്കിൽ, ഈ പങ്ക്ച്വേർഡ് ഡിസ്കിലുള്ള കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ് z0നെ സറൗണ്ട് ചെയ്തിട്ടുള്ളത്. അതായത് z0 എന്നുള്ള പോയിൻറ്റിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ആ ഡിസ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ് സി. ദെൻ റെസിഡ്യൂ എന്ന് പറയുന്നത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു z0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് 1 by z minus z0 in the Lorentz series expansion of f of z. f of z-ൻ്റെ റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു z0 കാണാൻ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് സെഡിൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതുക. അതിലെ 1 by z മൈനസ് z0ൻ്റെ കോഎഫിഷ്യൻറ്റിനെയാണ് നമ്മൾ റെസിഡ്യൂ എന്ന് പറയുന്നത്. അതായത് ഈ പ്രിൻസിപ്പൽ പാർട്ട് എക്സ്പാൻഡ് ചെയ്താൽ നമുക്കറിയാം അത് ഇങ്ങനെ വരും: b1 by z minus z0 plus b2 by z minus z0 whole square plus etc. അപ്പോൾ 1 by z minus z0ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഈ b1 by z minus z0, അതായത് b1 ആണ്. അപ്പോൾ b1 ആണ് നമ്മുടെ റെസിഡ്യൂ ആയിട്ട് വരിക. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് z ഈക്വൽ ടു z0 എന്ന് പറഞ്ഞാൽ b1 എന്ന് കിട്ടും.
ബി എൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം 1/2πi ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു -n+1. അപ്പോൾ B1 എന്ത് വരും 1/2πi ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു -1+1 ദാറ്റ് ഈസ് 0. അപ്പോൾ ഈ ടേം ഉണ്ടാവില്ല. എന്ത് വരും residue of f of z at z equal to z naught is 1/2πi integral over c f of z dz എന്ന് വരും. So that is the equation of residue of a function at a singular point. Residue of f of z at z equal to z naught equal to b1, that is equal to 1/2πi integral over c f of z dz. So that is the definition of a residue. Then we have some problems. Find the residues at the singular points of the following functions. 4 functions തന്നിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് വൺ 4/1 minus z ആണ്. അപ്പോൾ എഫ് ഓഫ് z ഈക്വൽ ടു 4/1 minus z എന്നെടുത്തു. which is analytic except at the denominator 1 minus z equal to 0, that is z equal to 1. So z equal to 1 is an isolated singularity of f of z and we consider the domain. അപ്പോൾ z മൈനസ് z നോട്ടിൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്. അപ്പോൾ z മൈനസ് z നോട്ട് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും z-1. അപ്പോൾ 0 ലെസ് ദാൻ മോഡ് z-1 ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുള്ള ഡൊമൈനിൽ എഫ് ഓഫ് z അനാലിറ്റിക് ആയിരിക്കും. അതിനൊരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും, അതായത് z-1ൻ്റെ ടേമിൽ. എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ 4/1 z ആണ്. അതിനെ z-1 എഴുതണമെങ്കിൽ -4/z-1 എഴുതാം. അപ്പോൾ എഫ് ഓഫ് സെഡിനെ നമുക്ക് z-1ൻ്റെ ടേമിൽ എഴുതാൻ പറ്റി. ഇനി റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് z ഈക്വൽ ടു 1 ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് 1/z-1 in the Lorentz series expansion of f of z about z equal to 1. z equal to 1 സെൻറ്റർ ആയിട്ട് ലോറൻസ് സീരീസ് എഴുതുക. അതിൽ 1/z-1ൻ്റെ കോഎഫിഷ്യൻ്റ് അതേതാ? 1/z-1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ -4 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു -4. സോ -4 ഈസ് ദി റെസിഡ്യൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് z ഈക്വൽ ടു സൈൻ z/z⁴. അനാലിറ്റിക് ആണ്, എക്സെപ്റ്റ് അറ്റ് z⁴ 0 ആകുമ്പോൾ, ദാറ്റ് മീൻസ് z 0 ആകുമ്പോൾ. സോ 0 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുള്ള ഡൊമൈനിൽ നമുക്ക് തന്ന എഫ് ഓഫ് z സൈൻ z/z⁴ അനാലിറ്റിക് ആണ്. അതിനൊരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും. അത് നമ്മൾ എഴുതുന്നത് നമുക്ക് സൈൻ സെഡിൻ്റെ അറിയാം. സൈൻ സെഡിൻ്റെ സെൻറ്റർ 0 ആയിട്ടുള്ള എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ അത് മക്ലോറിൻ സീരീസ് ആണ്. അപ്പോൾ 1/z⁴ സൈൻ സെഡിൻ്റെ z-3 ഫാക്ടോറിയൽ പ്ലസ് z⁵/5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. ദെൻ അതിനെ 1/z⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1/z³ മൈനസ് 1/z³ ഇൻറ്റു 1 ഫാക്ടോറിയൽ പ്ലസ് z/5 ഫാക്ടോറിയൽ എക്സെട്ര മൈനസ് എക്സെട്ര. ഇനി റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z അറ്റ് z ഈക്വൽ ടു 0 അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് 1/z-z⁻ സ്ഥാനം 0 ആണ്. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് 1/z ഇൻ ദി ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് z. ഇതാണ് എഫ് ഓഫ് zൻ്റെ ലോറൻസ് സീരീസ്. അതിൽ 1/zൻ്റെ കോഎഫിഷ്യൻ്റ് ഏത് വരും? 1/z³ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1/z ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഓക്കെ, സോ 1/zൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ 1/z ഇതാണ്, -1/3 ഫാക്ടോറിയൽ ആണ്. -1/3 ഫാക്ടോറിയൽ ദാറ്റ്സ് ഈക്വൽ ടു -1/6. സോ സൈൻ z/z⁴ റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ -1/6 എന്ന് കിട്ടും. തേർഡ് വൺ, മൂന്നാമത്തെ പ്രോബ്ലം, എഫ് ഓഫ് z ഈക്വൽ ടു 3e⁻z divided by z⁵5. So this function is analytic except at z⁵ equal to
0, that is z equal to 0. So z equal to 0 is an isolated singularity of f of z, and we consider the domain 0 less than mod z less than infinity. F of z has a Lorentz series expansion 3 e raised to z by z raised to 5 equal to e raised to z in the expansion നമുക്കറിയാം. അപ്പോൾ 3 by z raised to 5 into 1 plus z square by 2 factorial plus z cube by 3 factorial plus etc. Multiply ചെയ്ത് കഴിഞ്ഞാൽ 3 by z raised to 5 plus 3 by z raised to 4 plus 3 by 2 factorial into 1 by z square plus 3 by 4 factorial into 1 by z, കാരണം z raised to 4 ആണ് വരിക. z raised to 4 വരുമ്പോൾ താഴെ 1 by z ഉണ്ടാവും പ്ലസ് എക്സെട്ര. അപ്പോൾ അതാണ് എഫ് ഓഫ് സെറ്റിൻ്റെ ലോറൻസ് സീരീസ്. ദെൻ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് 1 by z minus 0 എന്ന് പറഞ്ഞാൽ 1 by z in the Lorentz series of f of z. 1 by z ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 3 by 4 factorial എന്ന് വരും. 3 by 4 factorial, that is 3 by 24, that is 1 by 8 എന്ന് കിട്ടും. So 1 by 8 is the residue of f of z. 3 raised to z by z raised to 5 at z equal to 0. Then next one, f of z equal to exponential of 1 by z square, that is e raised to 1 by z square. e raised to 1 by z square defined അല്ലാത്തത് z equal to 0 ആകുമ്പോഴാണ്. 1 by 0 e raised to infinity എന്ന് വരും, നോട്ട് ഡിഫൈൻഡ് ആണ്. So z equal to 0 is an isolated singularity of f of z, and we consider the region 0 less than mod z less than infinity. ഇതിലൊരു ലോറൻസ് സീരീസ് ഉണ്ടായിരിക്കും. ഈ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതാം. അപ്പോൾ നമുക്ക് ഇ റേസ് ടു സെഡിൻ്റെ എക്സ്പാൻഷൻ അറിയാം. ഇ റേസ് ടു സെഡ് എന്ന് പറഞ്ഞാൽ 1 plus z square by 2 factorial plus z cube by 3 factorial plus etc. ഇതുപയോഗിച്ച് ഇ റേസ് ടു 1 by z square എഴുതാം. സെഡിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 1 by z square. 1 plus 1 by z square plus 1 by 2 factorial into 1 by z raised to 4 plus 1 by 3 factorial into 1 by z raised to 6 plus etc. Then residue കാണണം. Residue of f of z at z equal to 0, that is coefficient of 1 by z in the Lorentz series of f of z. 1 by z ൻ്റെ coefficient ഇവിടെ 1 by z square ആണ്, 1 by z raised to 4 ആണ്, 1 by z raised to 6, അടുത്തത് z raised to 8, z raised to 10 അങ്ങനെ പോകും. അതായത് 1 by z എന്ന് പറയുന്ന ഒരു ടേം ഇല്ല. ദാറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് എന്താണ്? 0 ആണ്. ദാറ്റ് ഈസ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 0 ഈസ് 0 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ആൻഡ് എക്സാമ്പിൾസ് ഓഫ് റെസിഡ്യൂ. Now we have a theorem. An isolated singular point z0 of a function f of z is a pole of order m if and only if f of z can be written in the form f of z equal to phi of z divided by z minus z0 all raised to m, where phi of z is analytic and non-zero at z0. Moreover, residue of f of z at z equal to z0 equal to 1 by m minus 1 factorial into limit z tends to z0 dm minus 1 divided by dz raised to m minus 1 into z minus z0 all raised to m into f of z. That is, in another ways, 1 by m minus 1 factorial into limit z tends to z0 phi m minus 1 by z. When m greater than or equal to 2, if m equal to 1, residue of f of z at z equal to z0 is given by limit z tends to z minus z0 into f of z or limit z tends to z0 phi of z. അതായത് തിയറത്തിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സിംഗുലാർ പോയിൻ്റ് പോൾ ഓഫ് ഓർഡർ എം ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ, അതാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു phi of z into z minus z0 whole raised to m എന്നെഴുതാൻ പറ്റുകയാണെങ്കിൽ, വേർ phi of z is
അനലറ്റിക് ആൻഡ് നോൺ സീറോ അറ്റ് സെഡ് നോട്ട്. അതായത് ഫൈ ഓഫ് സെഡ് നോട്ട് എന്താവാൻ പാടില്ല, സീറോ ആവാൻ പാടില്ല. ഫൈ ഓഫ് സെഡ് നോട്ട് നോട്ട് ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ സെഡ് നോട്ട് എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ എം ആയിരിക്കും എഫ് ഓഫ് സെഡിൻ്റെ. ഇനി തിരിച്ചു പറയാം, സെഡ് നോട്ട് എന്നുള്ളത് പോൾ ഓഫ് ഓർഡർ എം ആണ് എഫ് ഓഫ് സെഡിൻ്റെ എങ്കിൽ എഫ് ഓഫ് സെഡിനെ ഈ ഫോമിൽ എഴുതാൻ പറ്റും. നമ്മൾ റൂട്ടിൻ്റെ കേസിൽ സെഡ് നോട്ട് ഒരു റൂട്ടാണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഒരു കണ്ടീഷൻ പഠിച്ചിരുന്നു. അതുപോലെ പോളിൻ്റെ കേസിലാണ് പറയുന്നത്. ഇനി ഒരു സിംഗുലാരിറ്റി, ഐസോലേറ്റഡ് സിംഗുലാരിറ്റി പോളാണെങ്കിൽ, പോൾ ഓഫ് ഓർഡർ എം ആണെങ്കിൽ ആ പോയിൻറ്റിലെ റെസിഡ്യൂ കാണാനുള്ള ഇക്വേഷനാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. അത് എമ്മിന് പൊതുവായിട്ടുള്ള ഇക്വേഷനും ആ എമ്മിൽ 1 കൊടുക്കുമ്പോഴുള്ള ഇക്വേഷനാണ് ആദ്യത്തെ ഇക്വേഷൻ, സിമ്പിൾ പോളാകുമ്പോഴുള്ള ഇക്വേഷൻ. അതായത് റെസിഡ്യൂ കാണാൻ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ ആ ഇൻ്റഗ്രൽ കാണണം, അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് 1/z-z0 ഇൻ ദി ലോറൻസ് സീരീസ് ഓഫ് എഫ് ഓഫ് സെറ്റ്. അപ്പോൾ എല്ലായ്പ്പോഴും ലോറൻസ് സീരീസ് എഴുതുക എന്ന് പറയുന്നത് പോസിബിളാണ്, പക്ഷേ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിംഗുലാർ പോയിൻ്റ്, ഒരു സിംഗുലാരിറ്റി അത് പോൾ ഓഫ് ഓർഡർ എം ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ഡയറക്റ്റായിട്ട് റെസിഡ്യൂ കിട്ടും. സോ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഒരു പോൾ ഓഫ് ഓർഡർ എം ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാം. അപ്പോൾ സെഡ് നോട്ട് ഒരു ഐസോലേറ്റഡ് സിംഗുലാരിറ്റിയാണ് എഫ് ഓഫ് സെഡിൻ്റെ, സച്ച് ദാറ്റ് സെഡ് നോട്ട് ഈസ് എ പോൾ ഓഫ് ഓർഡർ എം ആണ് എന്ന് അസ്യൂം ചെയ്ത്, പോൾ ഓഫ് ഓർഡർ എം ഫോർ എഫ് ഓഫ് സെറ്റ്. എഫ് ഓഫ് സെഡിൻ്റെ പോൾ ഓഫ് ഓർഡർ എം ആണ് സെഡ് നോട്ട്. ദെൻ എഫ് ഓഫ് സെഡിന് ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity a n z minus z naught all raised to n plus sigma n equal to 1 to infinity b n by z minus z naught all raised to n. That's equal to sigma n equal to 0 to infinity a n z minus z naught all raised to n പ്ലസ് ഇതിനൊന്ന് വാല്യൂ കൊടുക്കുന്നുണ്ട് b1 by z minus z0 പ്ലസ് b2 by z minus z0 all square പ്ലസ് എക്സെട്ര. പോൾ ഓഫ് ഓർഡർ എം ആണ്. അപ്പോൾ പോൾ ഓഫ് ഓർഡർ എം ആയതുകൊണ്ട് എഫ് ഓഫ് സെഡിൻ്റെ പോൾ ഓഫ് ഓർഡർ എം ആണ് സെഡ് നോട്ട്. പോൾ ഓഫ് ഓർഡർ എമ്മിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് അതിലൊരു ഈ പ്രിൻസിപ്പൽ പാർട്ടിൽ നെഗറ്റീവ് പവേഴ്സ് വരുന്ന പാർട്ടിൽ അതിലൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസേ ഉണ്ടാവുള്ളൂ, ബി എം വരെ ഉണ്ടാവുള്ളൂ. സോ എക്സെട്ര ബി എം ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ്ഡ് ടു എം. അതിൻ്റെ കൂടെ എന്തായിരിക്കണം, ഈ ബി എം നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അത് ബൈ ഡെഫിനിഷൻ ഓഫ് പോൾ ഓഫ് ഓർഡർ എം ആണ്. അപ്പോൾ ഇങ്ങനെ കിട്ടും, ഇൻ സം നൈബർഹുഡ് 0 ലെസ് ദാൻ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ആർ നോട്ട് ഫോർ സം പോസിറ്റീവ് റിയൽ നമ്പർ ആർ നോട്ട്. Then now we define a function phi of z equal to f of z into z minus z naught all raised to m into f of z if z not equal to z naught and z equal to z naught ആകുമ്പോൾ അതിനെ നമ്മൾ ബി എം ആയിട്ട് ഡിഫൈൻ ചെയ്തു. ദെൻ phi of z പറഞ്ഞാൽ ഇതാണ്. സോ phi of z-നെ z നോട്ട് ഈക്വൽ ടു z നോട്ട് ആകുമ്പോഴുള്ള കേസ് എടുക്കുക, z മൈനസ് z നോട്ട് ഓൾ റേസ്ഡ് ടു എം ഇൻറ്റു എഫ് ഓഫ് z ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡിന് നമ്മൾ ആ സീരീസ് എക്സ്പാൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity a n z മൈനസ് z നോട്ട് ഓൾ റേസ്ഡ് ടു n പ്ലസ് b1 by z മൈനസ് z നോട്ട് പ്ലസ് b2 by z മൈനസ് z നോട്ട് ഓൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് bm by z മൈനസ് z നോട്ട് ഓൾ റേസ്ഡ് ടു m. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എം പ്ലസ് എൻ എന്ന് വരും. സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity a n z മൈനസ് z നോട്ട് ഓൾ റേസ് ടു എം പ്ലസ് എൻ പ്ലസ് b1 ഇൻറ്റു z മൈനസ് z നോട്ട് ഒന്ന് ക്യാൻസൽ ചെയ്തു പോകും, ഇവിടെ രണ്ടെണ്ണം ക്യാൻസൽ ചെയ്തു പോകും, ഇങ്ങനെ വരും b1 by b1 ഇൻറ്റു z മൈനസ് z നോട്ട് ഓൾ റേസ് ടു എം മൈനസ് 1 പ്ലസ് b2 into z minus z naught all raised to m minus 2 plus etc plus bm minus 1 into z minus z naught plus bm ൻ്റെ കേസിൽ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു, സോ bm ഉണ്ടാവുള്ളൂ, bm എന്ന് വരും, which is valid in z minus z naught less than r naught. So phi of z-ന്
മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ആർ നോട്ട് എന്നുള്ള ആ ഒരു നൈബർഹുഡിൽ ഒരു ഡിസ്കിൽ ഇത് ഫൈ ഓഫ് സെഡ് ആണ്, ഒരു സീരീസ് എക്സ്പാൻഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്, വാലിഡ് ആയിട്ടുള്ള ഒരു സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ നമുക്കറിയാം ഫൈ ഓഫ് സെഡ് ഈക്വൽ ടു ഇങ്ങനെ ഒരു സീരീസിന് എഴുതാൻ പറ്റിയാൽ ഈ ഫൈ ഓഫ് സെഡ് എന്തായിരിക്കും, അനലിറ്റിക് ആയിരിക്കും. അത് നമ്മുടെ തിയറത്തിൽ, ഇൻ്റഗ്രേഷനുമായി ബന്ധപ്പെട്ട തിയറത്തിൽ, പവർ സീരീസിൻ്റെ ഇൻ്റഗ്രേഷനിൽ ഒരു കൊറോളറി ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഒരു സീരീസ് ഒരു ഡിസ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സർക്കിൾ ഓഫ് കൺവേർജൻസിൽ ഏത് ഫംഗ്ഷനിലേക്കാണോ കൺവേർജ് ചെയ്യുന്നത് ആ ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കും. അപ്പോൾ ഫൈ ഓഫ് സെഡ് അനലിറ്റിക് ആണ് എന്ന് കിട്ടും ആ റിസൾട്ട് പ്രകാരം. ഫൈ ഓഫ് സെഡ് ഈസ് അനലിറ്റിക് ഇൻ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ആർ നോട്ട് ആൻഡ് ആൾസോ ഇൻ പർട്ടിക്കുലർ അറ്റ് സെഡ് നോട്ട്. സെഡ് നോട്ട് എന്ന് പറയുന്നത് ഈ ഡിസ്കിൽ വരുന്ന ഒരു പോയിൻ്റാണ്. ആൾസോ ഫൈ ഓഫ് സെഡ് നോട്ട് എന്തായിരിക്കും, ഫൈ ഓഫ് സെഡ് നോട്ട്, ഫൈ ഓഫ് സെഡ് ഇതാണ്. ഫൈ ഓഫ് സെഡ് നോട്ട് കൊടുത്താൽ സെഡിൻ്റെ സ്ഥാനത്ത് സെഡ് നോട്ട് കൊടുത്താൽ ഈ ടേം 0 ആയിട്ട് പോകും, ഇവിടെ എല്ലാം 0 ആയിട്ട് പോകും, ഈ ടേം മാത്രമേ ഉണ്ടാവും. ഫൈ ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു ബി എം. ഈ ബി എമ്മിൻ്റെ പ്രത്യേകത എന്താ, ബി എം നോട്ട് ഈക്വൽ ടു 0 ആണ് ബൈ ഡെഫിനിഷൻ ഓഫ് പോൾ ഓഫ് ഓർഡർ എം. ബി എം നോട്ട് ഈക്വൽ 0. സോ നമ്മൾ എഴുതിയത് ഫൈ ഓഫ് സെഡ് ഈക്വൽ ടു z മൈനസ് z നോട്ട് ഓൾ റൈസ് ടു m ഇൻറ്റു എഫ് ഓഫ് സെഡ് എന്നാണ്. സോ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഫൈ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ z മൈനസ് z നോട്ട് ഹോൾ റൈസ് ടു m, വേർ ഫൈ ഓഫ് സെഡ് എന്താണ്, അനലിറ്റിക് ആണ്. ഫൈ ഓഫ് സെഡ് ഈസ് അനലിറ്റിക് ആൻഡ് ഫൈ ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു ബി എം നോട്ട് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് വി സപ്പോസ് ദാറ്റ് z ഈക്വൽ ടു z നോട്ട് ഒരു പോൾ ഓഫ് ഓർഡർ m ആണ് എന്ന് അസ്യൂം ചെയ്തു. ദെൻ വി ഗെറ്റ് എഫ് ഓഫ് സെഡിനെ എങ്ങനെ എഴുതാം, ഫൈ ഓഫ് സെഡ് ഡിവൈഡ് ബൈ z മൈനസ് z നോട്ട് ഓൾ റൈസ് ടു m എന്ന് എഴുതാം. ദർ എക്സിസ്റ്റ് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഫൈ ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്യും, വേർ ഫൈ ഓഫ് സെഡ് ഈസ് അനാലിറ്റിക് ആൻഡ് നോൺ സീറോ അറ്റ് z നോട്ട്. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യേണ്ടെന്ന് അസ്യൂം ചെയ്യാം. അതായത് എന്താണ്, എഫ് ഓഫ് സെഡിനെ ഫൈ ഓഫ് സെഡ് ബൈ z മൈനസ് z നോട്ട് ഓൾ റൈസ് ടു m എന്ന് എഴുതാൻ പറ്റും, വേർ ഫൈ അനാലിറ്റിക് ആണ് അറ്റ് z നോട്ട് ആൻഡ് ഫൈ ഓഫ് z നോട്ട് നോൺ സീറോ ആണ്. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, z നോട്ട് ഈസ് എ പോൾ ഓഫ് ഓർഡർ m എന്ന് പ്രൂവ് ചെയ്യണം, കോൺവേഴ്സ് പാർട്ട്. ഇപ്പോൾ ഫൈ ഓഫ് സെഡ് അനാലിറ്റിക് ആണല്ലോ അറ്റ് z നോട്ടിൽ. അപ്പോൾ അനാലിറ്റിക് ആയ ഏത് പോയിന്റിലും അതിന് ടൈലർ സീരീസ് ഉണ്ടാവും. അപ്പോൾ ഫൈ ഓഫ് സെഡിന് ഒരു ടൈലർ സീരീസ് ഉണ്ടാവും. ദാറ്റ്സ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ഫൈ ഓഫ് സെഡ് നോട്ട് പ്ലസ് ഫൈ ഡാഷ് ഓഫ് സെഡ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു z മൈനസ് z നോട്ട് പ്ലസ് ഫൈ ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു z മൈനസ് z നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. പ്ലസ് ഒരു എം മൈനസ് 1th ടേം എഴുതുന്നുണ്ട്, ഫൈ എം മൈനസ് 1 ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ m minus 1 factorial into z minus z not all raised to m minus 1 plus mth term അങ്ങനെ വരും, phi m of z not divided by m factorial into z minus z not all raised to m plus വീണ്ടും ടേംസ് ഉണ്ടാവും, എക്സെട്ര. സീരീസ് ആണ്. ഇനി എഫ് ഓഫ് സെഡ് നമുക്കറിയാം ഫൈ ഓഫ് സെഡ് ബൈ z മൈനസ് z നോട്ട് ഓൾ റൈസ്ഡ് ടു m. അപ്പോൾ ഇപ്പോൾ ഫൈ ഓഫ് സെഡിന് ഒരു സീരീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ z മൈനസ് z നോട്ട് ഓൾ റൈസ് ടു m കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ആദ്യത്തെ ടേം എങ്ങനെ വരും, ഫൈ ഓഫ് സെഡ് നോട്ട് ബൈ z മൈനസ് z നോട്ട് ഹോൾ റൈസ് ടു m. അടുത്ത ടേമിനെ ഡിവൈഡ് ചെയ്യുക, അതായത് ഫൈ ഡാഷ് ഓഫ് സെഡ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു ഒരു z മൈനസ് z നോട്ട് ക്യാൻസൽ ചെയ്തു പോകും, z മൈനസ് z നോട്ട് ഓൾ റൈസ് ടു m മൈനസ് 1 പ്ലസ് അടുത്ത ടേം ഫൈ ഡബിൾ ഡാഷ് ഓഫ് z നോട്ട് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു രണ്ട് ടേം ക്യാൻസൽ ചെയ്തു പോകും, സോ z മൈനസ് z നോട്ട് ഓൾ റൈസ് ടു m മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് m മൈനസ് 1th ടേം m മൈനസ് 1 എണ്ണം ക്യാൻസൽ ചെയ്തു പോകും, താഴെ z മൈനസ് z നോട്ട് മാത്രം ഉണ്ടാവും, ഇവിടെ കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്തു. ദാറ്റ് ഈസ് ഫൈ m മൈനസ് 1 ഓഫ് z നോട്ട് ഡിവൈഡ് ബൈ m മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു z മൈനസ് z നോട്ട്
അല്ലേ, പ്ലസ് phi m of z naught divided by m factorial. z minus z naught all raised to m ഈ ഡിവൈഡ് ചെയ്യുന്ന ഓൾ റൈസ് ടു എമ്മും തമ്മിൽ ക്യാൻസൽ ചെയ്തു, പ്ലസ് എക്സെട്ര. അപ്പോൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഒരു സീരീസ് നമുക്ക് കിട്ടും, ഒരു സീരീസായിട്ട് എഴുതാൻ പറ്റും. സോ ബൈ ദി യുണീക്ക്നെസ് ഓഫ് ലോറൻറ്റ് സീരീസ് വിച്ച് ഈസ് ദി ലോറൻറ്റ് സീരീസ് ഓഫ് എഫ് ഓഫ് സെറ്റ്, ലോറൻറ്റ് സീരീസ് ഓഫ് എഫ് ഓഫ് സെറ്റ് എബൌട്ട് സെഡ് നോട്ട് എന്ന് കിട്ടും. ആൻഡ് നമുക്കറിയാം ഫൈ ഓഫ് സെഡ് നോട്ട് എന്താണ്, നോൺ സീറോ ആണ്. കാരണം എന്താ, നമ്മൾ അസ്യൂം ചെയ്താൽ അങ്ങനെയാണ്, ഫൈ ഓഫ് സെഡ് നോട്ട് നോൺ സീറോ ആണ്, ഫൈ ഓഫ് സെഡ് നോട്ട് നോൺ സീറോ ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡിൻ്റെ സീരീസ് നോക്കൂ നിങ്ങൾ, അതിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്ലസ് എക്സെട്ര എന്ന് എഴുതിയല്ലോ, ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ടേമിലും സെഡ് മൈനസ് സെഡ് നോട്ട് ഉണ്ടാവും, അടുത്ത ടേമിൽ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ ഉണ്ടാവും, എക്സെട്ര. അപ്പോൾ പോസിറ്റീവ് പവേഴ്സ് ഉണ്ട്. ഇനി പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതിയ ടേം വരിക. പ്രിൻസിപ്പൽ പാർട്ടിൽ സെഡ് മൈനസ് സെഡ് നോട്ട് വരുന്നുണ്ട് ഇവിടെ, പിന്നെ കുറേ കഴിഞ്ഞാൽ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എം മൈനസ് ടു, അല്ല അതിൻ്റെ തൊട്ട് മുന്നേ സെഡ് മൈനസ് സെഡ് നോട്ട് സ്ക്വയർ വരും. ദെൻ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എം മൈനസ് ടു വരുന്നുണ്ട്, സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എം മൈനസ് വൺ വരുന്നുണ്ട്, സെഡ് മൈനസ് സെഡ് നോട്ട് റൈസ് ടു എം വരുന്നുണ്ട് ഡിനോമിനേറ്ററിൽ. അതായത് 1/z മൈനസ് സെഡ് നോട്ടിൻ്റെ mth പവർ വരെ വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള m+1 m+2 അതെല്ലാം എന്താണ്, സീറോസാണ്. ദാറ്റ് മീൻസ് എഫ് ഓഫ് സെഡിൻ്റെ ലോറൻറ്റ് സീരീസിൽ, ഇത് എഫ് ഓഫ് സെഡിൻ്റെ ലോറൻറ്റ് സീരീസാന്ന് പറഞ്ഞു, അതിലെ പ്രിൻസിപ്പൽ പാർട്ടിൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. അങ്ങനെ വരുന്ന ടേംസ് mth പവർ വരെയാണ്. സോ ബൈ ദ ഡെഫിനിഷൻ ഓഫ് പോൾ ഓഫ് ഓർഡർ എം, സെഡ് നോട്ട് ഈസ് എ പോൾ ഓഫ് ഓർഡർ എം ഫോർ എഫ് ഓഫ് സെഡ് എന്ന് കിട്ടും. സോ എഫ് ഓഫ് സെഡിൻ്റെ ഫോം ഇതാണെന്ന് അസ്യൂം ചെയ്തു. ദെൻ നൗ വി പ്രൂവ് ദാറ്റ് സെഡ് നോട്ട് ഈസ് എ പോൾ ഓഫ് ഓർഡർ എം ഫോർ എഫ് ഓഫ് സെഡ്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യണം, അതായത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു സെഡ് നോട്ട് കാണണം. ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് 1/z minus z naught in the Laurent series expansion of f of z. f of z in the Laurent series expansion 1/z minus z naught in the coefficient ആണ് റെസിഡ്യൂ. അപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് എഫ് ഓഫ് സെഡിൻ്റെ ലോറൻറ്റ് സീരീസ് എക്സ്പാൻഷൻ. അതെന്താണെന്ന് നോക്കാം. അതിൽ 1/z മൈനസ് സെഡ് നോട്ടിൻ്റെ കോഎഫിഷ്യൻറ്റ്, 1/z മൈനസ് സെഡ് നോട്ടിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് വരിക, ഫൈ എം മൈനസ് വൺ ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ എം മൈനസ് വൺ ഫാക്ടോറിയൽ. അതിൻ്റെ കൂടെയാണ് 1/z മൈനസ് സെഡ് നോട്ട് എന്നുള്ള ടേം വരുന്നത്. സോ ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ എത്തുന്നുണ്ട്, ദാറ്റ്സ് ഈക്വൽ ടു ഫൈ എം മൈനസ് വൺ ഓഫ് സെഡ് നോട്ട് ബൈ എം മൈനസ് വൺ ഫാക്ടോറിയൽ. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. 1/m മൈനസ് വൺ ഫാക്ടോറിയൽ എഴുതി. ഇനി 5m മൈനസ് വൺ ഓഫ് 5m മൈനസ് വൺ ഓഫ് സെഡ് എന്ന് എഴുതി. അപ്പോൾ സെഡ് അല്ല, ഇവിടെ സെഡ് നോട്ടാണ്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് 1/m മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് 5m മൈനസ് വൺ ഓഫ് സെഡ്. അതിനെങ്ങനെ എഴുതാം, 1/m മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് 5m മൈനസ് വൺ എന്ന് പറഞ്ഞാൽ m മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് ആണ്, അതായത് dm മൈനസ് വൺ ബൈ dz റേസ് ടു m മൈനസ് വൺ ഓഫ് ഫൈ ഓഫ് സെഡ് എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 1/m മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് dm മൈനസ് വൺ ബൈ dz റേസ് ടു m മൈനസ് വൺ ഓഫ് ഫൈ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എഫ് ഓഫ് സെഡ് എന്താണ്, ഫൈ ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം ആണ്. അപ്പോൾ ഫൈ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ, സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം ഇൻറ്റു എഫ് ഓഫ് സെഡ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം ഇൻറ്റു എഫ് ഓഫ് സെഡ്. സോ ദാറ്റ് ഈസ് ദി ഇക്വേഷൻ. Residue of f of z at z equal to z naught is given by
1 by m minus 1 factorial into limit z tends to z naught dm minus 1 by dz raised to m minus 1 phi of z അല്ലെങ്കിൽ 1 by m minus 1 factorial limit z tends to z naught of dm minus 1 by dz raised to m minus 1 of z minus z naught all raised to m into f of z. ഇനി ഇത് m greater than or equal to 2 ആകുമ്പോൾ ഇനി m equal to 1 ആകുന്ന കേസ് നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. അതായത് ഇക്വേഷനിൽ m equal to 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z അറ്റ് z equal to z naught when m equal to 1. അപ്പോൾ 1 by 1 minus 1 factorial into 1 by 1 minus 1 factorial into limit z tends to z naught d1 minus 1 divided by dz raised to 1 minus 1 of z minus z naught raised to 1 into f of z. അപ്പോൾ 1 minus 1 factorial എന്ന് പറഞ്ഞാൽ 0 factorial 1 ആണ്. സോ ലിമിറ്റ് z tends to z naught 0th ഡെറിവേറ്റീവ് 1 minus 1 0 0th ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ തന്നെയാണ് z minus z naught into f of z. ഈ z minus z naught into f of z നെയാണ് നമ്മൾ phi of z m equal to 1 ആകുന്ന കേസിൽ phi of z എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദി പ്രൂഫ് ഓഫ് ദി തിയറം. താങ്ക് യു.